നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് യുദ്ധത്തിന്റെ ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ്. അമേരിക്കൻ യുദ്ധവിമാനം വെടിവെച്ചിട്ടതിന് പിന്നാലെ അതിലെ പൈലറ്റിനെ രക്ഷിക്കാനെത്തിയ അമേരിക്കയുടെ അത്യാധുനിക ഹെലികോപ്റ്ററിനെയും ഇറാൻ സൈന്യം ഇന്ന് വെടിവെച്ചിട്ടിരിക്കുന്നു. ലോകപ്രശസ്തമായ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററാണ് ഇറാൻ അതിർത്തിക്ക് സമീപം തകർന്നു വീണത്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ഈ നീക്കങ്ങൾ ഒരു മഹായുദ്ധത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇറാന്റെ കോഹിലുയ ആൻഡ് ബോയർ അഹമ്മദ് പ്രവിശ്യയിൽ വെച്ചാണ് അമേരിക്കയുടെ F-35 യുദ്ധവിമാനം തകർക്കപ്പെട്ടത്. അതിലെ പൈലറ്റ് പാരാഷൂട്ട് വഴി രക്ഷപ്പെട്ടെങ്കിലും അദ്ദേഹം ഇറാന്റെ മലനിരകളിൽ എവിടെയോ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഈ പൈലറ്റിനെ ശത്രു സൈന്യം പിടികൂടുന്നതിനു മുൻപ് രക്ഷിക്കാനായി അമേരിക്കൻ സേന നടത്തിയ മിന്നൽ നീക്കമാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. 2 UH-60 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളാണ് രക്ഷാപ്രവർത്തനത്തിനായി ആകാശത്ത് എത്തിയത്. എന്നാൽ ഇവയെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഇറാൻ വ്യോമപ്രതിരോധ സേന അതിലൊന്നിനെ മിസൈൽ ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ കരുത്തായ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും സൈനികരെ രക്ഷിക്കാൻ കഴിവുള്ളവയാണ്. എന്നാൽ ഇറാൻ അതിർത്തിയിൽ വെച്ച് നടന്ന ഈ ആക്രമണം അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ്. തകർക്കപ്പെട്ട ഹെലികോപ്റ്ററിൽ എത്ര സൈനികർ ഉണ്ടായിരുന്നുവെന്നോ അവർക്ക് എന്ത് സംഭവിച്ചു എന്നോ ഉള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. പൈലറ്റിനെ രക്ഷിക്കാൻ വന്നവർ തന്നെ ഇപ്പോൾ മരണത്തിന് മുന്നിലോ അല്ലെങ്കിൽ ഇറാന്റെ തടവിലോ അകപ്പെട്ടിരിക്കുകയാണ്. തസ്നിം ന്യൂസ് ഏജൻസി പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മേഖലയിൽ ഇപ്പോഴും കനത്ത ഏറ്റുമുട്ടൽ തുടരുകയാണ്. അതേസമയം അമേരിക്കൻ പൈലറ്റിനെ ജീവനോടെ പിടികൂടുന്നവർക്ക് വമ്പൻ പാരിതോഷികം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ഹെലികോപ്റ്റർ ആക്രമണം നടന്നിരിക്കുന്നത്. അമേരിക്കൻ സേനയുടെ ആത്മവിശ്വാസം തകർക്കുക എന്ന തന്ത്രമാണ് ഇറാൻ ഇവിടെ പയറ്റുന്നത്. നിങ്ങളുടെ പൈലറ്റിനെ രക്ഷിക്കാൻ ആരും വരേണ്ടതില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. ഒരു വശത്ത് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ആണവ നിലയങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ ആക്രമണം നടത്തുമ്പോൾ മറുവശത്ത് ഒളിപ്പോരിലൂടെയും അത്യാധുനിക മിസൈലുകളിലൂടെയും ഇറാൻ കനത്ത തിരിച്ചടി നൽകുകയാണ്. അമേരിക്കയുടെ ഔദ്യോഗിക പ്രതികരണം വന്നാലുടൻ പശ്ചിമേഷ്യയിൽ വലിയൊരു സ്ഫോടനാത്മക സാഹചര്യം ഉണ്ടായേക്കാം. സ്വന്തം സൈനികരെയും പൈലറ്റിനെയും രക്ഷിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് എന്ത് തീരുമാനമാകും എടുക്കുക? ഇറാൻ ഈ സംഘർഷം നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് എത്തിക്കുമോ? ലോകം ഉറ്റുനോക്കുന്ന ഈ സംഭവ വികാസങ്ങളുടെ ഓരോ അപ്ഡേറ്റുകളും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.